CPM നേതാവ് ഒടുവിൽ കോൺഗ്രസിലേക്ക്. പയ്യന്നൂരിലെ വി കുഞ്ഞികൃഷ്ണൻ എന്ന മുതിർന്ന നേതാവ് പാർട്ടിക്കുള്ളിലെ ഫണ്ട് തട്ടിപ്പ് തുറന്നു പറഞ്ഞപ്പോൾ കേരളം ഒന്നടങ്കം ഞെട്ടിയിരുന്നു. CPM സമീപകാലത്ത് നേരിട്ട ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രതിസന്ധികളിൽ ഒന്നായിരുന്നു അത്. പാർട്ടിക്കായി ജീവൻ ബലി കഴിച്ച രക്തസാക്ഷി ധൻരാജിന്റെ കുടുംബത്തിനായി സമാഹരിച്ച തുകയിൽ നേതാക്കൾ തന്നെ വെട്ടിപ്പ് നടത്തിയെന്ന ആക്ഷേപം CPMനെ കടുത്ത പ്രതിരോധത്തിലാക്കി. പയ്യന്നൂരിലെ ആ മുറിവ് ഉണങ്ങും മുൻപെയാണ് സമാനമായ മറ്റൊരു പൊട്ടിത്തെറി തലസ്ഥാന നഗരിയിൽ നിന്നും ഇപ്പോൾ സംഭവിച്ചത്. രക്തസാക്ഷികളുടെ പേരിൽ പിരിക്കുന്ന പണം എങ്ങോട്ട് പോകുന്നു എന്ന ചോദ്യം ഒരിക്കൽ കൂടി പാർട്ടിയെ വേട്ടയാടുകയാണിപ്പോൾ. തിരുവനന്തപുരം വഞ്ചിയൂരിലെ CPM പ്രവർത്തകനായിരുന്നു വിഷ്ണു. അദ്ദേഹം കൊല്ലപ്പെടുന്നത് 2008-ലാണ്. രാഷ്ട്രീയ പോരാട്ടത്തിൽ കൊല്ലപ്പെട്ട വിഷ്ണുവിന്റെ സഹോദരൻ വിനോദ് ദീർഘകാലമായി പാർട്ടിയുടെ വിശ്വസ്തനായ പ്രവർത്തകനായിരുന്നു. എന്നാൽ ഇന്ന് വിനോദ് ആ ചുവപ്പ് കൊടി ഉപേക്ഷിക്കുകയാണ്. കാരണം വിഷ്ണുവിന്റെ രക്തസാക്ഷി ഫണ്ടിൽ ലക്ഷങ്ങളുടെ തിരിമറി നടന്നുവെന്നും ആ തട്ടിപ്പിന് നേതൃത്വം നൽകിയ നേതാക്കളെ പാർട്ടി സംരക്ഷിക്കുന്നു എന്നുമുള്ള ഗുരുതരമായ വെളിപ്പെടുത്തലോടെയാണ് വിനോദ് CPM വിടുന്നത്. ഇന്ന് വിനോദ് CPM വിട്ട കോൺഗ്രസിന്റെ അംഗത്വം സ്വീകരിച്ചിരിക്കുന്നു. ഇത് വെറും ഒരു പാർട്ടി മാറ്റമല്ല, മറിച്ച് അനീതിക്കെതിരെയുള്ള ഒരു പടയൊരുക്കം തന്നെയാണ്. 2008 ഏപ്രിൽ 1 തിരുവനന്തപുരം കൈതമുക്കിലെ പാസ്പോർട്ട് ഓഫീസിന് മുന്നിൽ വെച്ചാണ് വിഷ്ണു കൊല്ലപ്പെടുന്നത്. RSS പ്രവർത്തകർ പ്രതികളായ ഈ കേസ് തിരുവനന്തപുരത്തെ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ചരിത്രത്തിലെ വലിയൊരു ഏടായിരുന്നു. വിഷ്ണുവിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ കുടുംബത്തെ സംരക്ഷിക്കുമെന്ന് പാർട്ടി പ്രഖ്യാപിച്ചു. എന്നാൽ വർഷങ്ങൾക്കിപ്പുറം 2022 ഹൈക്കോടതി ഈ കേസിലെ പ്രതികളെയെല്ലാം വെറുതെ വിട്ടു. നിയമ പോരാട്ടത്തിൽ പരാജയപ്പെട്ട ആ കുടുംബത്തിന് ആകെയുണ്ടായിരുന്ന ആശ്വാസം പാർട്ടിയുടെ പിന്തുണയായിരുന്നു. ആ പ്രതീക്ഷകളെയാണ് ഇപ്പോൾ പാർട്ടി തന്നെ തകർത്തിരിക്കുന്നത്. വിഷ്ണുവിന്റെ കുടുംബത്തെ സഹായിക്കാനായി പാർട്ടി വലിയൊരു തുക ജനങ്ങളിൽ നിന്നും അണികളിൽ നിന്നും പിരിച്ചെടുത്തിരുന്നു. അതിൽ ലക്ഷങ്ങളുടെ തിരിമറി നടന്നുവെന്നാണ് ഇപ്പോൾ ആരോപണം. ഈ വിഷയത്തിൽ പാർട്ടി നടത്തിയ ആഭ്യന്തര അന്വേഷണത്തിൽ തന്നെ അന്നത്തെ വഞ്ചിയൂർ ലോക്കൽ സെക്രട്ടറി ഫണ്ടിൽ തിരിമറി നടത്തിയെന്ന് കണ്ടെത്തിയിരുന്നു. ഇതിനെ തുടർന്ന് അദ്ദേഹത്തെ ലോക്കൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് തന്നെ നീക്കി ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയിരുന്നു. ഒരു രക്തസാക്ഷിയുടെ കുടുംബത്തിന് നൽകേണ്ട പണം സ്വന്തം നേതാവ് തന്നെ മോഷ്ടിച്ചു എന്ന് പാർട്ടി തന്നെ സമ്മതിച്ച നിമിഷമായിരുന്നു അത് എന്ന് ഓർക്കണം. വിനോദിനെ ഇപ്പോൾ പാർട്ടി വിടാൻ പ്രേരിപ്പിച്ച പ്രധാന ഘടകം പാർട്ടിയുടെ ഈ ഇരട്ടത്താപ്പ് തന്നെയാണ്. ഫണ്ട് തട്ടിപ്പിൽ ശിക്ഷിക്കപ്പെട്ട അതേ നേതാവിനെ CITU ജില്ലാ സെക്രട്ടറി എന്ന സുപ്രധാന പദവിയിലേക്ക് പാർട്ടി ഇപ്പോൾ തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. രക്തസാക്ഷിയുടെ കുടുംബം നീതി കിട്ടാതെ തെരുവിലായപ്പോഴും പണം തട്ടിയ നേതാവിനെ പാർട്ടി ആദരിക്കുന്നു. മന്ത്രി V ശിവൻകുട്ടിയുടെ നേരിട്ടുള്ള ഇടപെടലിലൂടെയാണ് നേതാവ് വീണ്ടും അധികാരത്തിലെത്തിയത് എന്നാണ് ആക്ഷേപം. തട്ടിപ്പ് നടത്തുന്നവർക്ക് ഉന്നത സ്ഥാനമാനങ്ങൾ നൽകുന്നതാണോ പാർട്ടിയുടെ പുതിയ നയം എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. പയ്യന്നൂരിലെ CV ധൻരാജിന്റെ വീട് നിർമ്മാണത്തിനും കടം വീട്ടാനുമായി പിരിച്ച കോടികളിൽ ക്രമക്കേട് നടന്നുവെന്ന് ആരോപിച്ച കുഞ്ഞികൃഷ്ണനെ പാർട്ടി പുറത്താക്കുകയാണ് ചെയ്തത്. അവിടെ രക്തസാക്ഷി കുടുംബത്തിനൊപ്പം നിൽക്കുന്നതിന് പകരം അഴിമതിക്കാരായ നേതാക്കൾക്കൊപ്പമാണ് പാർട്ടി നേതൃത്വം നിന്നത്. അതേ മാതൃക തന്നെയാണ് വഞ്ചിയൂരിലും ഇപ്പോൾ ആവർത്തിക്കപ്പെടുന്നത്. സത്യം പറയുന്നവർക്ക് പുറത്തേക്കുള്ള വഴിയും തട്ടിപ്പ് നടത്തുന്നവർക്ക് സ്ഥാനമാനങ്ങളും നൽകുന്ന ഈ രീതി പാർട്ടിയുടെ അടിത്തറ തന്നെ ഇളക്കും. രക്തസാക്ഷികളെ വെറും പോസ്റ്ററുകളായി മാത്രം കാണുന്ന ഒരു വിഭാഗം നേതാക്കൾ പാർട്ടിയുടെ ധാർമ്മികതയാണ് ഇവിടെ ചോദ്യം ചെയ്യുന്നത്. ജില്ലാ കമ്മിറ്റി ഓഫീസ് ബ്രാഞ്ച് അംഗം കൂടിയായ വിനോദ് ഇന്ന് കോൺഗ്രസിൽ ചേർന്നത് CPMന് വലിയ തിരിച്ചടി തന്നെയാണ്. രക്തസാക്ഷി കുടുംബങ്ങൾ തന്നെ പാർട്ടിക്കെതിരെ തെരുവിൽ ഇറങ്ങുന്നത് CPMന്റെ ധാർമ്മികതയെ ചോദ്യം ചെയ്യുന്നതാണ്.